അവിടെ ചെന്ന് നോക്കുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല, ഉപജീവനത്തിന് വകയില്ല, ജോലി ചെയ്യാൻ തങ്ങൾ പരിചരിച്ച ജോലിയോ ഒന്നുമില്ല. ആളുകൾ അന്തം വിട്ടു നിൽക്കുകയാണ്. പലരും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് സങ്കടവുമായി വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, വളരെ ശക്തമായ വാചകം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന, നമ്മളെല്ലാവരും ഓർക്കേണ്ട. ഇത്തരത്തിലുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും നമുക്കൊക്കെ വരാം. ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, താമസിക്കാൻ ഇടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ഉള്ളതിൽ ഇല്ലാത്തവരുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ അവസരം അതാണ്. ഒരുപാട് ആളുകൾ ഈ ഒരാഴ്ച മുതൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് താമസിക്കാൻ സ്ഥലമില്ല എന്ന് പേര് പറഞ്ഞ, ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നൊക്കെ ഒഴിയാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു നിവൃത്തിയുമില്ല. നമ്മളെന്താ ചെയ്യുക? അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ ആ പ്രവാസികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത 3 വാക്കുകളുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കും. അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദംബി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും നമ്മൾ പല കുടുക്കിലും പെട്ടുപോകുന്നത് അള്ളാഹു നമ്മളെ കൊടുക്കുന്നതാ. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ചില പാപങ്ങൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യാൻ പുറത്തു തരാൻ വേണ്ടി. അപ്പോൾ ആരും പേടിച്ചു പോകരുത്. അവിടെ ചെന്നാലും പ്രയാസം, ഇവിടെ പ്രയാസം, അവിടെ മുട്ടുക, ഇവിടെ ചെന്ന മുട്ടുക, ആകെ മനസ്സിങ്ങനെ കുടുങ്ങുക. ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി. രണ്ടാമത്തെ കാര്യം വവസ്സിഅ ലീ ഫീ ദാരി, എൻ്റെ വീട് താമസ സ്ഥലം എനിക്ക് നീ വിശാലമാക്കി തരണമേ. വവസ്സിഅ ലീ ഫീ ദാരി വവസ്സിഅ ലീ ഫീ ദാരി, എൻ്റെ താമസ സ്ഥലം എനിക്ക് നീ വിശാലമാക്കി തരണമേ. 3 വബാരിക് ലീ ഫീ റിസ്ഖി, താമസസ്ഥലം കിട്ടാത്ത പ്രശ്നം, ഉള്ളത് സൗകര്യമില്ലാത്ത പ്രശ്നം, കുടിസ്, അങ്ങോട്ട് പോകാൻ വയ്യ, അങ്ങോട്ട് പോകാൻ ചെയ്യാം. ആരും ബേജാറാകേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ദുനിയാവിൽ എത്രയും കുറേയും നമുക്കെന്താണ് റാഹത്തായിരിക്കും. അത് നമ്മൾ എപ്പോഴും കരുതും. നമുക്ക് എത്ര സൗകര്യം ഗുണം അത്രയും പരലോകത്ത് ഗുണമായി. അത്ര സമാധാനം പറഞ്ഞാൽ മതിയല്ലോ. നാനോട്ട് നിങ്ങൾക്കറിയാലോ, അനുഭവിച്ചു തീർക്കുന്ന ഓരോന്നിനും അള്ളാഹുവിന് മുമ്പിൽ നിന്ന് സമാധാനം പറയാതെ റസൂലിന്റെ വാചകം എത്ര ശക്തമാണ്. 2 കാലടികളും മുമ്പോട്ട് വെക്കാൻ പറ്റുകയേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓരോ സംഗതികളും പറഞ്ഞു. ഇപ്പം ഇവിടെ കുറച്ച് പ്രയാസം വന്നാൽ ആരും എന്താകരുത്, പേടിച്ചു പോകരുത്, ബേജാറാകരുത്, അസ്വസ്ഥമാകരുത്. ഇതൊക്കെ വേണം. നമ്മളെപ്പോഴും വിചാരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു മുൻ കഴിഞ്ഞു പോയ മഹാന്മാർ പ്രാർത്ഥന? റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ, നമ്മളുടെ പ്രാർത്ഥന എന്താ? പഠിച്ചവനെ എനിക്കെങ്കിലും ഒരു വീടാണ്, ഒരു താമസസ്ഥലം. നോക്കി നിങ്ങൾ, ഖുർആൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നാഥാ എനിക്ക് നീ സ്വർഗത്തിലൊരു വീടുണ്ടാക്കി തരണമേ. ഇവിടെ ചെറുതായാലും അവിടെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഇവിടെയുള്ള പ്രയാസങ്ങളൊക്കെ നമ്മളെ എത്തിക്കേണ്ടത് അങ്ങോട്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ചൂട് നമ്മളെ പഠിപ്പിക്കേണ്ടത് നരകത്തെക്കുറിച്ചായിരിക്കണം. ഇവിടെയുള്ള ഈ താമസിക്കാനും ഒക്കെയുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഈ ആളുകൾ മനസ്സാകെ ബേജാറായി അസ്വസ്ഥമായി. ഒരുപാട് ആളുകൾ ഈ വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊരു ഗൗരവത്തോടു കൂടി പറയുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വരേണ്ടത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള ഒരു വീടിനെ കുറിച്ചായിരിക്കണം. പടച്ചവനെ, ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും എന്നെ നീ അവിടെ കഷ്ടപ്പെടുത്തരുതേ, എനിക്കവിടെ ഒരു വീടുണ്ടാക്കി തരണമേ. റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹു അത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അവസാനത്തത് വബാരിക് ലീ ഫീ റിസ്ഖി, എൻ്റെ റിസ്ഖിൽ റബ്ബേ എനിക്ക് നീ ബർക്കത്ത് നൽകണം. വിഷയം അതാണ്. പോരാ എന്ന് തോന്നുന്നത്, പ്രയാസമൊക്കെ തോന്നുന്നത് എന്താ? ബർക്കത്തില്ലാത്തതുകൊണ്ട്. ബർക്കത്ത് നഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ഉണ്ടാകും. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തിർഷ് പോലും, ഒരു ഹല്ലല പോലും, ഹല്ലല എന്ന് പറഞ്ഞാൽ നയാ പൈസ പോലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ, അസംതൃപ്തിയോടുകൂടിയുള്ള ഒന്ന് നമ്മുടെ കീശയിലേക്ക് വരരുത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത് വേണ്ട നമുക്ക്. കാരണം എന്താ? അതിൻ്റെ എണ്ണം കൂടും, പക്ഷെ അതിലെന്തുണ്ടാവില്ല,
ബർക്കത്തുണ്ടാവില്ല. ബർക്കത്തില്ലെങ്കിൽ മുസ്ലിമിനിൽ ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? നമുക്ക് കിട്ടുന്ന നമ്മുടെ ഈശയിലേക്ക് വരുന്ന ഹലലുകൾ, പൈസകൾ അത് കുറച്ചാണെങ്കിൽ അതിൽ പൂർണ്ണമായി ഹലാലാണ് നമുക്ക് ഉറപ്പുവരാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കച്ചവടക്കാരും ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം. ഒരിക്കലും തൊഴിലാളികളുടെ വിയർപ്പ് ഒലിപ്പിച്ചുണ്ടാക്കുന്ന ആ പണമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, അതിലൊരിക്കലും അവർക്കുള്ള മാന്യമായ അവകാശങ്ങൾ നൽകാതെ ഉള്ളത് മുഴുവൻ ഹറാമാണ്. അത് നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ വലുതാകുന്നുണ്ടാകും, അക്കൗണ്ട് ബാലൻസ് വലുതാവുന്നുണ്ടാകും, പക്ഷെ ബർക്കത്തുണ്ടാവില്ല. അള്ളാഹ് പറഞ്ഞതാണ് വബാരിക് ലീ ഫീ റിസ്ഖി. സഹോദരന്മാരെല്ലാവരും ഈ പ്രാർത്ഥന പഠിക്കുക, അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക, ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി. അള്ളാഹു നമ്മെ ഏറ്റവും നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളുമായി ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനവും സുഖവും ആശ്വാസവും നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ നാട്ടിൽ മരണപ്പെട്ടു പോയവരുണ്ട്, നമ്മളൊക്കെ ബന്ധപ്പെട്ടവർ ഉണ്ട്, സഹോദരന്മാർ സഹോദരികളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നാളെ നമ്മളും ആ അവസ്ഥയിലേക്കൊക്കെ പോകേണ്ടവരാണ് എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ. ആ സമയത്ത് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും അർഹമുറഹിമിനായ നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان الذين جاهدون لإعلاء كلمة لا إله إلا الله. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وأصحابه أجمعين.